94 കിലോ ഉള്ളപ്പോൾ എൻ്റെ വയറിൻ്റെ കോലായിരുന്നത്. അത് ഏകദേശം ഇപ്പോൾ ഞാൻ ഡയറ്റൊക്കെ തുടങ്ങി അറ്റ്ലീസ്റ്റ് 1 മന്ത് ഒക്കെ ആയി തുടങ്ങി. അപ്പോൾ 1 മന്ത് ആയപ്പോഴേക്കും നമ്മളെ ബോഡിക്ക് വന്ന ചേഞ്ചാണ്. നമ്മളെ വയർ ഇത് ഏകദേശം ഈ ഒരു കണ്ടീഷനിലൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. ഫുൾ പാക്ക് ആയിട്ടില്ലെങ്കിലും പാക്കൊക്കെ ആയിട്ട് ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. 6 പാക്ക് ആയി വരുന്നുണ്ട്. നല്ല ഫാറ്റൊക്കെ റെഡ്യൂസ് ആയി. ഇപ്പോൾ ഏകദേശം ഞാനൊരു 8 കിലോയോളം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല ഫാറ്റൊക്കെ നല്ല വലിയുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരോ മീൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വർക്കൗട്ടും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്രീ വർക്കൗട്ട് മീലാണ് ഇപ്പോൾ ഞാനിത് കാണിച്ചിരുന്നത്. പ്രീ വർക്കൗട്ട് മീൽ നമ്മൾ നല്ല ചിക്കൻ കറിയും പിന്നെ ഓയിലില്ലാത്ത ചിക്കൻ കറിയാണ് കേട്ടോ. ഓയിലില്ലാത്ത ചിക്കൻ കറിയും മധുരക്കിഴങ്ങും ഒരു കാപ്പിയാണ് നമ്മളെ പ്രീ വർക്കൗട്ട് മീൽ വരുന്നത്. അത് ജസ്റ്റ് വർക്കൗട്ടിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ കഴിച്ചിട്ടാണ് നമ്മൾ പോകാറുള്ളത്. അപ്പോൾ ഈ ഓയിലില്ലാത്ത ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുക, അതേപോലെ ഓയിലില്ലാത്ത മീൻ കറി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒരു ചെറിയ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ചിക്കൻ കറിക്ക് വേണ്ട ഉള്ളി, തക്കാളി, പച്ചമുളക്, അങ്ങനെ വേണ്ട ഇഞ്ചി, വെളുത്തുള്ളി, അതെല്ലാ സാധനങ്ങളും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് നമ്മുടെ ഒരു ഫ്രൈ പാനിൽ, കുറച്ച് കുഴിയുള്ള ഒരു ഫ്രൈ പാനിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ സ്പീഡിൽ ഇട്ട് വെച്ചെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ തക്കാളിൻ്റെ ഉള്ളിൻ്റെ ഒക്കെ നീരിങ്ങനെ ഇറങ്ങി വരുമ്പോഴേക്കും നമുക്ക് ജസ്റ്റ് അതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് വേണ്ട മല്ലിപ്പൊടി, മുളക് പൊടിയും കുരുമുളക് പൊടിയും കാര്യങ്ങളും എന്താ വേണ്ട ചിങ്കിൾ മസാലകളൊക്കെ ചേർത്ത് കുറച്ചിട്ട് കൊടുത്താൽ മതിയല്ല. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചിക്കൻ അതിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് സെയിം ഇതേ ചെറിയ സ്പീഡിൽ തന്നെ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളമൊക്കെ ചിക്കനിൽ നിന്നും ആ ഉള്ളിൽ നിന്നും തക്കാളിയിൽ നിന്നൊക്കെ ഇറങ്ങുന്ന വെള്ളം തന്നെ ധാരാളം. അതൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു 10-15 മിനിറ്റോളം ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സംഭവം വെന്ത് കിട്ടും. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഓയിലില്ലാതെ ചിക്കൻ കറിയും കഴിക്കാം. അതേപോലെ തന്നെ നമുക്ക് നമ്മളെ മീൻ കറി ഇതേപോലെ തന്നെ ഉണ്ടാക്കാം. മീൻ കറിയിൽ ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പുളി പാർന്ന് ഒഴിക്കണം എന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഏകദേശം മത്തി മുളക് ഇട്ട ഒരു ഫീൽ കിട്ടും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചിക്കൻ കറി ഉണ്ടാക്കും, ഇടയ്ക്ക് ഇതേപോലെ മീൻ കറി ഉണ്ടാക്കും. അപ്പോൾ ലഞ്ചിൻ്റെ കൂടെയും ഇതുപോലെ പ്രീ വർക്കൗട്ട് മീലായിട്ടൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് നമ്മളുടെ ഡയറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കാണുന്നുണ്ട്. കണ്ടില്ലേ, ഇതാണ് ഇപ്പോൾ ഏകദേശം എൻ്റെ വയറിൻ്റെ കണ്ടീഷൻ ആയിട്ടുള്ളത്. ഈ ഒരു ലെവലിലേക്കൊക്കെ വയറിലെത്തി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. അറ്റ്ലീസ്റ്റ് ഒരു മാസമായിട്ടുള്ളൂ. ഒരു മാസമായപ്പോഴേക്കും നമുക്ക് റിസൾട്ട് കാണാൻ പറ്റിയതിൽ നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡയറ്റ്.